ശ്രീമന്നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. വൃത്തം വസന്തതിലകം. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. മധ്യോദ്ഭവേ ഭുവൈളാവൃതനാംനി വർഷേ ഗൗരി പ്രധാന വനിതാ ജനമാത്രഭാജി ശർവേണ മന്ത്രനുദിഭിः സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. കഴിഞ്ഞ ദശകത്തില് ഋഷഭയോഗീശ്വരന്റെ ചരിത്രം ചുരുക്കി പറഞ്ഞു. ഇനി ഈ ദശകത്തില് ഭാരതവർഷം മുതലായ 9 വർഷങ്ങളുടെയും, അതായത് 9 ഭൂഖണ്ഡങ്ങളുടെയും പ്ലക്ഷം തുടങ്ങിയ 7 ദ്വീപുകളുടെയും കാര്യങ്ങളാണ് പറയുന്നത്. ഭാഗവതം 5-ാം സ്കന്ധത്തില് 16 മുതൽക്ക് ഉള്ള 5 അധ്യായങ്ങളെ കൊണ്ടാണ് ഇത് വിസ്തരിച്ച് പറയുന്നത്. ഭൂമിയുടെ മധ്യ ഉദ്ഭവേ, ആ മധ്യപ്രദേശം, ഭൂമിയുടെ മധ്യഭാഗത്ത്, ഉദ്ഭവേ ഉത്പത്തി സ്ഥാനമായിട്ടുള്ള, ഭൂമിയുടെ ഒത്ത നടുക്കുള്ള എന്നർത്ഥം. ഇളാവൃത നാമ്നി, ഇളാവൃതം എന്ന് പേരായ, നാമ്നി എന്ന് പേരായ ഗൗരി പ്രധാന വനിതാജനമാത്രഭാജി. ഗൗരി പ്രധാന, ഇവിടെ ഗൗരി ശ്രീ പാർവതിയാകുന്ന പ്രധാന വനിതാജനം, അവിടെ ശ്രീ പാർവതി നായികയായിട്ടുള്ള സ്ത്രീജനങ്ങൾ, വനിതാജന മാത്രഭാജി, മാത്രം താമസിക്കുന്ന, വനിതാജനങ്ങൾ മാത്രം താമസിക്കുന്ന, അതായത് സ്ത്രീജനങ്ങൾ മാത്രമുള്ള ശ്രീ പാർവതിയാണ് അവരുടെ എല്ലാവരുടെയും നായിക. അങ്ങനെയുള്ള വർഷത്തിൽ, ഭൂഖണ്ഡത്തിൽ, ശർവേണ ശ്രീ പരമേശ്വരനാൽ, മന്ത്രങ്ങളാലും സ്തുതികളാലും, സമുപാസ്യമാനം നന്നായി സേവിച്ചു പോരുന്ന, നന്നായി പൂജിച്ചു പോരുന്ന, സംഘർഷണാത്മകം സംഘർഷണമൂർത്തിയായ അധീശ്വര സ്വാമിൻ ത്വാം അങ്ങയെ സംശ്രയേ ഞാൻ ശരണം പ്രാപിച്ചുകൊള്ളുന്നു. സംഘർഷണൻ എന്നിവിടെ പറഞ്ഞ ബലരാമനാണ്. ഇളാവൃത വർഷത്തില്, ഇളാവൃതം എന്നു പേരായ ഭൂമിയുടെ മധ്യഭാഗത്തുള്ള ആ ഭൂഖണ്ഡത്തില്, അവിടെ അർദ്ധനാരീശ്വരനായ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കുറെ സ്ത്രീകളും മാത്രമേ ഉള്ളൂ. ആ ഭൂഖണ്ഡത്തിന്റെ നാഥൻ ഇവിടെ സംഘർഷണനാണ്. ആ സംഘർഷണനെ, ബലരാമനെ ഇവിടെ ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും നന്നായിട്ട് സേവിച്ച് പോരുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.